ഒന്നര പതിറ്റാണ്ടോളമായി CPM-ൽ തുടരുന്ന VS പിണറായി പോരാണ് സംസ്ഥാന സമ്മേളനം ആരംഭിക്കാൻ മണിക്കൂറുകൾക്ക് മുമ്പേ പാരമ്യത്തിലെത്തി നിൽക്കുന്നത്. സംസ്ഥാന സമ്മേളന റിപ്പോർട്ടിലെ വിമർശനങ്ങൾക്ക് ബദൽ കുറിപ്പിലൂടെ മറുപടി നൽകി VS സംസ്ഥാന നേതൃത്വത്തെ നേരത്തെ സമ്മർദ്ദത്തിലാക്കി. എന്നാൽ സെക്രട്ടേറിയറ്റ് ഔദ്യോഗിക പ്രമേയം തയ്യാറാക്കി VS-ന് അക്കമിട്ട മറുപടി നൽകുകയാണ് പിണറായി ചെയ്തത്. സെക്രട്ടറി എന്ന നിലയിലുള്ള തന്റെ അവസാനത്തെ സമ്മേളനം VS-നെതിരെയുള്ള കടുത്ത വിമർശനത്തിന്റേതാക്കി പിണറായി മാറ്റുകയും ചെയ്തു. സംസ്ഥാന സമ്മേളനം തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തേണ്ട മുതിർന്ന നേതാവ് പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയിലേക്ക് തരംതാണയാളാണെന്ന് സെക്രട്ടേറിയറ്റിന്റെ പ്രമേയത്തിലൂടെ പച്ചയ്ക്ക് പറയുകയും ചെയ്തു. സമ്മേളന റിപ്പോർട്ടിലെ 30ഓളം പേജുകൾ VS വിമർശനത്തിന്റേതെങ്കിൽ അതിനേക്കാൾ പ്രധാനമായി സമ്മേളനത്തിൽ ബദൽ കുറിപ്പും സെക്രട്ടേറിയറ്റ് പ്രമേയവും ചർച്ച ചെയ്യാൻ പോവുകയാണ്. അതായത് കഴിഞ്ഞ 3 സമ്മേളനങ്ങളായി ഉയർന്നു കേൾക്കുന്ന VS വിമർശനം ഈ സമ്മേളനത്തിലും അതിനേക്കാൾ രൂക്ഷമായി ഉയരാൻ പോകുന്നു എന്നർത്ഥം. TP സോളാർ തുടങ്ങിയ വിഷയങ്ങളിൽ തെറ്റുപറ്റിയില്ലെന്ന് ആവർത്തിച്ച് സമ്മേളനത്തിൽ ഉയരാൻ പോകുന്ന വിമർശനങ്ങളെ തടയിടാനും ഔദ്യോഗിക നേതൃത്വത്തിന് ഈ പ്രമേയത്തിലൂടെ കഴിഞ്ഞു. സംസ്ഥാന സമ്മേളനം അവസാനിച്ചാലും VS-നെതിരായ നീക്കം അവസാനിക്കില്ലെന്ന സൂചന വ്യക്തമായി വാർത്താ സമ്മേളനത്തിൽ പിണറായി നൽകുന്നുമുണ്ട്. പരസ്യമായി വന്ന ഒരു രേഖയുടെ കാര്യത്തിൽ വന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പരസ്യ പ്രതികരണമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം പാർട്ടി കേന്ദ്ര കമ്മിറ്റി ആലോചിക്കേണ്ടതാണ്. അതൊക്കെ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ ആലോചന വിഷയത്തിൽപ്പെടുന്നതാണ്. റിപ്പോർട്ടർ, ആലപ്പുഴ.